തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ നിന്ന് ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കുകയാണ്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയ്ക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് പ്രമുഖ എഴുത്തുകാരൻ ബി ജയമോഹൻ ചില ആരോപണങ്ങൾ ഉന്നയിച്ചത്. വളരെ മോശം കാര്യങ്ങളാണ് ജയമോഹൻ മഞ്ഞുമ്മൽ ബോയ്സിനെതിരെ ഉന്നയിച്ചിരുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ് ഡ്രഗ് മാഫിയയെ വളർത്തുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നു, ഇവിടെ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മഞ്ഞുമ്മൽ ബോയ്സ് പറയുന്നത് തുടങ്ങി അധിക്ഷേപ ശരങ്ങളായിരുന്നു ജയമോഹൻ മഞ്ഞുമ്മൽ ബോയ്സിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ ഉന്നയിച്ചത്. ഇതിനെ ഒറ്റക്കെട്ടായി നേരിടുകയാണ് ഇപ്പോൾ മലയാള സിനിമ. ഫെഫ്ക തന്നെ പരസ്യമായി ഇതിൽ അഭിപ്രായ പ്രകടനം നടത്തി. ബി ഉണ്ണികൃഷ്ണൻ, പ്രമുഖ സംവിധായകനും ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയുമായ ബി ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാതെ എന്താണെന്ന് കൃത്യമായിട്ട് ജയമോഹൻ പറയണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നടൻ ഹരീഷ് പേരടിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ചലച്ചിത്ര മേഖല, മലയാള സിനിമാ മേഖല ആരും ഇതിൽ ജയമോഹനെ പിന്തുണച്ചുകൊണ്ട് വന്നിട്ടില്ല. അതുമാത്രമല്ല, ജയമോഹൻ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്? അത് പറയുന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പറയൂ എന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നു. ബി ഉണ്ണികൃഷ്ണൻ അവിടെ അവലംബിച്ചത് ന്യൂസ് 18 കേരളം വെബ്സൈറ്റിൽ നൽകിയ ജയമോഹൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ന്യൂസ് 18 കേരളം നൽകിയിരുന്നു. അതെടുത്തു പറഞ്ഞുകൊണ്ടാണ് ബി ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ജയമോഹനോട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഇന്ന് ആരൊക്കെ ജയമോഹനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്? മഞ്ജുഷ്, ജാതി ശ്രേണിയുടെ പീഡനം നേരിടുന്നവർ ഉയർത്തുന്ന സമാന്തരമായ ഒരു അനുഭവം പങ്കിടുന്ന ഒരു പുസ്തകം 100 സിംഹാസനങ്ങൾ എഴുതിയ ഒരു കഥാകൃത്തിന്റെ ഭാഗത്തു നിന്നും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മലയാളത്തെയും മലയാളികളെയും ഒക്കെ വളരെ മോശമായ രീതിയിൽ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ബ്ലോഗ് വന്നത് എന്നുള്ളത് വലിയ ആശ്ചര്യത്തോടെയാണ് മലയാള സിനിമയും മലയാളികളും നോക്കിക്കാണുന്നത്. അദ്ദേഹം മലയാളത്തിലും തമിഴിലും നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലാകട്ടെ സിനിമകളിൽ തിരക്കഥയും ഒരുക്കിയിട്ടുണ്ട്. ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ മലയാളികളെയും മലയാളത്തെയും ഒക്കെ മോശമായി അദ്ദേഹം പരാമർശം നടത്തുന്നത്. ഇതിനു മുൻപും 2 തവണ പല തരത്തിലുള്ള മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഈ മലയാള സിനിമയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ 50 നോവലുകളിൽ മലയാളം ഉൾപ്പെടില്ല എന്നുള്ളൊരു വിവാദ പരാമർശം ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, വൃത്തികെട്ട ഭാഷയാണ് സംസ്കാരം, അതിൻ്റെ ഭാണ്ഡം പേറുന്നത് മലയാളമാണ് എന്നുള്ള തരത്തിലൊക്കെ വളരെ വിമർശനങ്ങൾ നേരിട്ടൊരു പരാമർശവും അദ്ദേഹം ഇതിനു മുൻപും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് വീണ്ടും മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ഒരു സിനിമ, അത് തമിഴിലും തെലുങ്കിലും അടക്കം 150 കോടി ക്ലബിൽ കയറിയ വലിയ സ്വീകാര്യത ലഭിച്ച ഒരു സിനിമ കൂടിയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. മലയാളത്തിൽ ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുന്നുണ്ട്. ഈ സിനിമയ്ക്കെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങളും വിമർശനങ്ങളുമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ആ ഒരു സിനിമയുടെ പ്രമേയം തന്നെ കൊടൈക്കനാലിലെ ഗുണാക്കേവിൽ അകപ്പെട്ടു പോകുന്ന തൻ്റെ സുഹൃത്തിനെ രക്ഷിക്കുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ കഥയാണ്. ഇതിൽ ഈ ഒരു സിനിമയുടെ ഈ ഒരു പ്രമേയത്തെ അദ്ദേഹം വിമർശിക്കുന്നത് ഇത്തരത്തിൽ മദ്യപിച്ച് ആറാടി ഉല്ലസിക്കുന്ന മലയാളികളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യുവാക്കളെ അവിടെ ആ ഒരു ഗുഹയിൽ തന്നെ ഉപേക്ഷിക്കണം, ഇവർ ചത്തുപോകുന്നതാണ് നല്ലത്, കാട് അവർക്ക് നൽകുന്ന ശിക്ഷയായിട്ട് വേണം അതിനെ കണക്കാക്കാൻ. അതോടൊപ്പം ഇത്തരത്തിലുള്ളവർ ഈ മദ്യപിക്കുന്നു, ഇവർക്ക് മദ്യപാനവും ഉല്ലാസവും ആറാടുകയല്ലാണ്ട് മറ്റൊരു തരത്തിലൊന്നും ഇവർ ആസ്വദിക്കുന്നില്ല. കുടിച്ച കള്ളുകുപ്പികളെല്ലാം ഇവർ കാട്ടിൽ തന്നെ ഉപേക്ഷിക്കുന്നു. ഇത് പലപ്പോഴും കാട്ടാനകളുടെയൊക്കെ കാലിൽ ചവിട്ടി അത് മുറിവുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അതോടൊപ്പം സഹായം അഭ്യർത്ഥിച്ച് ചെല്ലുന്ന തമിഴ് പോലീസ് ഇവരെ ക്രൂരമായി മർദ്ദിക്കുന്നതും ആ സിനിമയിൽ കാണുന്നുണ്ട്. ഇത്തരം പ്രവർത്തികൾ കാണിക്കുന്നവർക്ക് ഇങ്ങനെ മർദ്ദനം തന്നെയാണ് ഏൽക്കേണ്ടത് എന്നൊക്കെ വളരെ രൂക്ഷമായ രീതിയിൽ, വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മലയാളികളെ ആ വ്ലോഗിലുടനീളം വിമർശിക്കുന്നത്. ഇതിനെതിരെയാണ് ബി ഉണ്ണികൃഷ്ണൻ ശക്തമായി തന്നെ നിലപാടെടുത്തിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ജയമോഹൻ പറയുന്ന ഒരു വിഷയമുണ്ട്. ഇത്തരത്തിൽ ചില്ലുകുപ്പികൾ പലപ്പോഴും മലയാളികൾ കണ്ടിടത്തേക്ക് വലിച്ചെറിയുമ്പോൾ അത് പറക്കിയെടുത്ത ഒരു ഹൈക്കോടതിയിലെ ജഡ്ജ് തന്നെയുണ്ട്, തനിക്കറിയാമെന്നും അതിൽ പരാമർശിക്കുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ടുള്ള തെളിവ് വേണമെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ ഈ മറുപടിയായി ഫേസ്ബുക്കിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള ഈ ഒരു സുഹൃത്തുക്കളുടെ ഒരു സൗഹൃദത്തിന്റെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു ഒത്തൊരുമയൊക്കെ നല്ല രീതിയിൽ കാണിക്കാത്ത ജയമോഹൻ അല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിലുള്ളൊരു പരാമർശം. അതോടൊപ്പം തന്നെ എറണാകുളത്തെ ഒരു കൂട്ടം സിനിമാ പ്രവർത്തകർ അവർ മദ്യപാനത്തിനും ലഹരിക്കും അടിമപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ചിത്രങ്ങളിലെല്ലാം അതാണ് ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇതിനൊക്കെ തെളിവ് എവിടെയാണ്? ഇതൊക്കെ തെളിവ് വെറുതെ ഇത്തരത്തിലുള്ള ഒരു ചാമ്പുകൾ ചാമ്പാതെ ഇതിനെവിടെയൊക്കെ തെളിവ് കൊണ്ടുപോവാ എന്ന് തന്നെ
വ്യക്തമായി തന്നെ ബി ഉണ്ണികൃഷ്ണൻ തന്റെ ഫേസ്ബുക്കിൽ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സിനിമകൾ മുന്നോട്ട് വയ്ക്കുന്ന ഐക്യം അല്ലെങ്കിൽ ഉള്ളൊരു സ്നേഹം, സാഹോദര്യം, അതിന് വേണം നമ്മൾ പ്രാധാന്യം കണക്കാക്കാൻ എന്നുകൂടി മലയാള സിനിമ ഒന്നടങ്കം ബി ജയമോഹന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതാണ് ഇന്ന് സിനിമാ രംഗത്തു നിന്നുള്ള വാർത്തകളായി കാണുന്നത്. ഹരീഷ് പേരടി നടനും ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഹരീഷ് പേരടി പറഞ്ഞത് തമിഴ്നാട്ടിലായിരുന്നു താൻ, അവിടെ ഈ സിനിമയ്ക്ക് കിട്ടുന്ന അംഗീകാരം അത് എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. അത് മാത്രമല്ല, തമിഴ്നാട്ടിലെ പല സിനിമാ പ്രവർത്തകരും തന്നോട് ചോദിച്ചു, ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെയും അതിലെ നടന്മാരെയും താങ്കൾക്ക് അറിയുമോ എന്ന്. അത് അറിയും എന്നുള്ള കാര്യം താൻ പറഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് കണ്ട പ്രതികരണം തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. അത് തനിക്ക് അഭിമാനമുണ്ടാക്കി എന്നുമാണ് ഹരീഷ് പേരടി പറഞ്ഞത്. അപ്പോൾ ജയമോഹൻ ഇതൊന്നും കാണുന്നില്ലേ എന്ന ചോദ്യമാണ് മലയാള സിനിമ ഉന്നയിക്കുന്നത്.